ഇവിടെ പാട്ടുകാരുണ്ട്, പിള്ളേരാ, അടിപൊളിയാ. അത് കണ്ടില്ലേ, ഒരു ട്രിപ്പിൾ ഡ്രമ്മുമായിട്ടൊരു പയ്യ ഇരിക്കുന്നില്ലേ, അവൻ ആ ഡ്രമ്മിന്റെ അത്രേ ഉള്ളൂ. ഗോപി കണ്ടില്ലേ അവന്റെ അടി. എടാ മോനെ കേട്ടാ, എന്നെ കണ്ടു കുറെ കാലമായല്ലോ. എന്താ പേര്? എന്റെ പേര് സായന്ത്. അടിച്ചത് ആർക്കോ നീ? ഏതിലാ പഠിക്കുന്നേ? 10ലേക്ക്. ഇന്നസെന്റ് ചോദിക്കണോ എന്തിനാ പഠിക്കുന്നത് ചോദിക്കണോ? വേണ്ടല്ലോ. അതായത് മാത്രമേ ഉള്ളൂ. അല്ലല്ല, പഠിപ്പുണ്ട്. കുറെ കാലമായിട്ട് യൂത്ത് പങ്കെടുത്തോ? പങ്കെടുക്കലുണ്ട്, പ്രോഗ്രാം ഒക്കെ ഉണ്ടാകലുണ്ട്. കല്യാണ വീട്ടിൽ പോയി ആണോ? അതാണോ കല്യാണ വീടാണോ നിങ്ങളുടെ? അതെ അതെ അതെ. ഓ അത് ശരി. കല്യാണ വീടാണെങ്കിൽ പൈസ വാങ്ങിക്കോ? പൈസ വേണ്ട. എത്രയാ വാങ്ങിയത്? അല്ല അങ്ങനല്ല, നമ്മളിപ്പോ ഒരു ആളറിഞ്ഞു വാങ്ങിക്കുന്നു അല്ലേ മക്കളെ? അങ്ങനല്ലേ, ആളറിഞ്ഞു വാങ്ങിക്കും അല്ലേ? നല്ല കാശ് പിടിച്ചോണം, കാലത്ത് കുറയ്ക്കാൻ പാടില്ല. നല്ല ക്വാളിറ്റി അറിയോ, നമ്മളെ മീൻ വാങ്ങിക്കുമ്പോഴേ വില കുറച്ച മീനാണെങ്കിൽ കൊള്ളത്തില്ല. ഒട്ടും കുറക്കണം. ഗ്രാൻഡ് തന്നെ പറയും. വില വാങ്ങിക്കാൻ ആൾക്കാർ പൊക്കോളാൻ പറയും. അങ്ങനെ ഓക്കെ, ശരിയല്ലേ? അപ്പൊ പാട്ട് തുടങ്ങിയാലോ? റെഡി 1 1 2 3. ഈ ലങ്കി പറയുന്ന എന്താ സംഭവം? ലങ്കി മറിയാന്ന് അടിപൊളിയാക്കുക. അടിപൊളി. ലങ്കി മറിയാന്ന് പറഞ്ഞാലോ? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യലോ, 20-ാം തീയതി നമുക്ക് പീപ്പിൾസ് ഗാനമേളയുണ്ട്. അതായത് ആൾക്കൂട്ടത്തിന്റെ എവിടെ നിന്നും പാടാം. അതായത് അന്ന് ആൾക്കാർ സ്റ്റേജിലൊന്നും ആയിരിക്കില്ല പാടുക, എന്ത് സംഭവിക്കാം. 1,00,000 പേരെ ഇടയില്ല. നിങ്ങളുടെ പോരും മൈക്കും എല്ലാ സൗകര്യം തരും. അടിച്ച് തകർത്തോണം. ജനക്കൂട്ടം നെട്ടിപ്പോണം. എവിടെന്നാ പാടുന്നത്? റെഡിയാണോ? കേട്ടോ? ഓക്കെ. അപ്പം ലങ്കി ഇവർ ലങ്കി മറിയാന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്നാ പറഞ്ഞേ? അപ്പൊ ലങ്കി സരോജിനി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? റെഡി വാങ്ങിച്ചോളൂ. എല്ലാരും വാങ്ങിച്ചോളൂ. നമ്മുടെ പുലിയായ ട്രിപ്പിൾ ഡ്രംകാരൻ. എടാ മോനെ കുട്ടാ. ഓക്കെ കിട്ടിയോ? ഓക്കെ. ദീപക്കെ ഒന്ന് കൊടുക്കൂ. ദീപക് എന്റെ കൈ കൊണ്ട് തന്നെ കൊടുക്കൂ. റെഡി. അപ്പൊ മക്കളെ നിങ്ങളെ ഓക്കെ അല്ലേ?